കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി കൃഷിമന്ത്രി പി പ്രസാദ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താങ്ങി നിർത്താനുള്ള തന്ത്രങ്ങളാണ് ബജറ്റിലുള്ളതെന്നും കൃഷിമന്ത്രി ആരോപിച്ചു. കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതും കാർഷിക മേഖലയെ അവഗണിക്കുന്നതുമാണ് ബജറ്റിൽ കാണാൻ കഴിയുന്നതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ അവഗണനയാണ് ബജറ്റിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേറ്റുകളോട് അതിരുവിട്ട പ്രണയം കാട്ടുന്ന ബജറ്റ് കാർഷിക മേഖലയോട് കടുത്ത അവഗണനയും കൂടി കാട്ടുന്നുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. കേന്ദ്ര ബജറ്റ് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെയും കേരളത്തോടും അതേ അവഗണന തുടരുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ആന്ധ്ര മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ദൃഷ്ടിയിൽ പെടുന്നുള്ളൂ എന്നുള്ളത് പ്രതിഷേധാർഹമായ മറ്റൊരു കാര്യമാണ്. ബജറ്റ് മൊത്തം നോക്കുമ്പോൾ മോഡിയെ താങ്ങി നിർത്തുക എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ കർഷകരടക്കമുള്ള സാധാരണക്കാരെ നിലനിർത്തുക എന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. കാർഷിക മേഖലയ്ക്ക് ഏതാണ്ട് 1,22,000 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ അത് കഴിഞ്ഞതിൽ തന്നെ 1,24,000 കോടി രൂപ നീക്കിവച്ചിടത്തുനിന്നാണ് കുറവ് വന്നിരിക്കുന്നത്. തൊട്ടു മുമ്പ് തന്നെയും 1,34,000 കോടി രൂപയുണ്ടായിരുന്നു. ഓരോ വർഷവും കാർഷിക മേഖലയ്ക്കായി മാറ്റിവെക്കുന്ന തുകയിൽ കുറവ് വരുത്തുന്നത് കൃഷിയെ അവഗണിക്കുന്നതിന്റെ തെളിവാണെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും മന്ത്രി പ്രസാദ് പറഞ്ഞു. ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കേണ്ടതല്ല. യജമാനനും ഭൃത്യനുമെന്നല്ല സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ നിർവചിക്കേണ്ടത്. കേന്ദ്രം ഒരു യജമാനന്റെ റോളിലും സംസ്ഥാനങ്ങൾ ഭൃത്യന്മാരുടെ റോളിലുമാണ് എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തിൻ്റെ രീതി അല്ല. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇന്ന് യൂണിയൻ ഗവൺമെൻറ് കാണിക്കുന്നതും അത്തരമൊരു രീതിയാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം യജമാനനും ഭൃത്യനും എന്ന നിലയ്ക്കാണ് ഇപ്പോഴുള്ളതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പി പ്രസാദ് വ്യക്തമാക്കി. SNDP യോഗം പ്രസക്തമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് തോന്നിയെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമാണെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അമിതമായ മുസ്ലിം പ്രീണനമാണ് ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമെന്ന് വെള്ളാപ്പള്ളി വീണ്ടും ആവർത്തിച്ചു. പക്ഷെ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊരു അംഗീകാരമാണ്. ഇതുവരെ അതിനെപ്പറ്റി ഒന്നും പറയാം, ഈ സമുദായത്തിൻ്റെ വോട്ട് കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ ഒന്നും പറയാതെ ഇത് കൃത്യമായി അവർക്ക് കിട്ടുന്നതായതുകൊണ്ട് അതിനെപ്പറ്റി പ്രസക്തമല്ലാതെ വിട്ടിരുന്നുവെങ്കിൽ ഇന്നൊരു പ്രസക്തമാണ് ആ സമുദായം എന്ന് മാഷക്ക് മനസ്സിലായി എങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. മാഷ് പറഞ്ഞത് ശരിയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്ത് കാവി മൂടാൻ ആരെയും ഞാൻ സമ്മതിക്കല, ചുവപ്പ് മൂടാനും ഞാൻ ആരെയും സമ്മതിക്കല. എന്നാൽ ഇതിനകത്ത് ചുവപ്പുകാരും കാവിക്കാരും എല്ലാ കാര്യവും നക്സൽ തൊട്ട് ലീഗുകാരും വരെ ഈ SNDP യോഗത്തിനകത്തുണ്ട്. SNDP യോഗം ഒരു സമുദായ സംഘടനയാണ്, രാഷ്ട്രീയ സംഘടനയല്ല. കാലാകാലങ്ങളിലായി ഈഴവ സമുദായത്തിന്റെ വോട്ട് ഇടതുപക്ഷത്തിനാണ് ലഭിച്ചത്. ആ വോട്ടുകളെക്കുറിച്ച് ആർക്കും തർക്കമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈഴവ വോട്ടുകൾ ഇടതുമുന്നണിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു അംഗീകാരമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. ഇത് മനസ്സിലാക്കി MV ഗോവിന്ദൻ തിരുത്തൽ നടപടി സ്വീകരിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ പ്രീണനമാ പറഞ്ഞത്, നിങ്ങൾ വ്യാഖ്യാനിച്ചങ്ങനാക്കിയാണ്. ഞാൻ പറഞ്ഞ മുസ്ലിം പ്രീണനം വളരെ കൂടിപ്പോയി ഇടതുപക്ഷത്തിലുള്ള തകർച്ചയ്ക്ക് പ്രധാന കാരണം അത് തന്നെയാണ്. എന്ത് കാര്യത്തിലാണ് ഇവരെല്ലാം കൂടെ തലവെച്ചിട്ടുണ്ടെങ്കിൽ നടന്നത്? അമിതമായ മുസ്ലിം പ്രീണനമാണ് ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു. കണിച്ചുകുളങ്ങരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് ആലപ്പുഴ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നീ സ്ഥാപനങ്ങളാണ് ഓൺലൈൻ ടിക്കറ്റിന് സൗകര്യം ഒരുക്കുന്നത്. കൊല്ലത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണമെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നത്. മറ്റു നടപടിക്രമങ്ങളെല്ലാം അവിടെ ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അടിയന്തരമായി തന്നെ പൂർത്തിയാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഔപചാരികമായി ഈ നിശ്ചയിച്ചതുപോലെ ഓൺലൈനിലുള്ള ടിക്കറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. മന്ത്രി പി പ്രസാദ് ഓൺലൈൻ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചതോടെ ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന വള്ളംകളിയുടെ ഓൺലൈൻ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങി. ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള ലിങ്ക് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. www.nehrutrophy.nic.in എന്നതാണ് വെബ്സൈറ്റ്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ADM വിനോദ് രാജ്, സബ് കളക്ടർ സമീർ കിഷൻ, ബാങ്ക് ഓഫ് ബറോഡ പ്രതിനിധികളായ ബീന തോമസ്, എമിൽ ജോസ്,
സൗത്ത് ഇന്ത്യൻ ബാങ്ക് പ്രതിനിധികളായ എ ലക്ഷ്മി, CL പ്രീജോ എന്നിവർ സംസാരിച്ചു. സഹകരണ സംഘങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും കള്ളവോട്ട് തടയുന്നതിനുള്ള നടപടികൾ ശക്തമാക്കണമെന്ന് ചങ്ങനാശ്ശേരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ചങ്ങനാശ്ശേരി അർബൻ സഹകരണ ബാങ്കിൽ ജൂലൈ 26 വെള്ളിയാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. തെരഞ്ഞെടുപ്പില് നമ്മുടെ തൃക്കുടിത്താനം കോഓപ്പറേറ്റീവ് ബാങ്കില് മൊത്തം ഏതാണ്ട് 22,000 മെമ്പർമാരെ 17 ബൂത്തുകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 17 ബൂത്തില് ക്രമീകരിച്ചതിനകത്ത് ഈ ഒരാള് വന്നിട്ട് 14 ഈ എല്ലാ ബൂത്തുകളിലും അവിടെ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പകരം ഈ സഹകരണ മേഖലയെ തെരഞ്ഞെടുപ്പിന് ജനപ്രാതിനിധ്യ നിയമമില്ല. ജനപ്രാതിനിധ്യ നിയമം ഉണ്ടെങ്കിൽ മാത്രമേ കള്ളവോട്ടിന് അത് കണ്ടെത്തി നമ്മൾ അറിയിച്ചാൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നത് ജനപ്രാതിനിധ്യ നിയമം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് അത് ബാധകമല്ല. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജനതാ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ ജനതാ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ തെരഞ്ഞെടുപ്പില് ആളല്ല എന്ന് പറഞ്ഞപ്പോഴേ പോലീസുകാരനടക്കമാണ് വന്നിട്ട് UDFന്റെ ഏജന്റിനോട് ചോദിച്ചത്, അത് തനിക്ക് എങ്ങനെ അറിയാം? സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പോലെ, പഞ്ചായത്തിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പോലെ ഈ വോട്ടേഴ്സ് ലിസ്റ്റും ഫോട്ടോ പതിച്ച് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ആക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് പല പ്രാവശ്യം ഇതുപോലെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. പക്ഷേ ഗവൺമെന്റ് ഇതുവരെ അതിനൊന്നും തയ്യാറായിട്ടില്ല. തൃക്കുടിത്താനം, ഇത്തിത്താനം, ജനത തുടങ്ങിയ സഹകരണ സംഘങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ടെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. മറ്റ് തെരഞ്ഞെടുപ്പുകളിലേതുപോലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് സഹകരണ സംഘങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും തയ്യാറാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. UDF നിയോജകമണ്ഡലം ചെയർമാൻ PN നൌഷാദ്, കൺവീനർ മാത്തുക്കുട്ടി പ്ലാത്താനം, DCC സെക്രട്ടറി PH നാസർ, കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം വിജയലാലി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ KA ജോസഫ്, ബാബു കോയിപ്പുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ മികച്ച സംഭാവനയ്ക്കുള്ള PT ചാക്കോ ഫൗണ്ടേഷൻ പുരസ്കാരം ഈ വർഷം മന്ത്രി റോഷി അഗസ്റ്റിന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 50,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിന് ജലജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ഈ മേഖലയിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പുരസ്കാരം നൽകുന്നതെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇതോടൊപ്പം വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. PT ചാക്കോ ഫൗണ്ടേഷൻ 2023-24 വർഷത്തെ അവാർഡുകൾ സവിനയം പ്രഖ്യാപിക്കുന്നു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ മികച്ച സംഭാവനയ്ക്കുള്ള PT ചാക്കോ പുരസ്കാരം ബഹുമതിപ്പെട്ട ജലസേന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിന് ജലജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ഈ മേഖലയിൽ കാര്യക്ഷമതയും ചടുലതയും പ്രകടമാക്കുകയും ചെയ്തത് മുൻനിർത്തിയാണ് പുരസ്കാരം. 50,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. ഇതോടൊപ്പം ഓരോ മേഖലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള പുരസ്കാരവും പ്രഖ്യാപിക്കുന്നു. ടൂറിസം രംഗത്തെ മികവ് ഔസേപ്പച്ചൻ അക്കരക്കളം. മികച്ച പ്രവാസി വ്യവസായി പുരസ്കാരം റെജി ചെറിയാൻ, റമദ ഹോട്ടൽ, ആലപ്പുഴ. മികച്ച ചാനൽ റിപ്പോർട്ടർ KS ഷൈജു, മീഡിയ 1. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPSനാണ് പോലീസ് മേഖലയിലെ കാര്യക്ഷമതയ്ക്കുള്ള പുരസ്കാരം. ആലപ്പുഴ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഏറ്റവും മികച്ച സ്കൂളിനുള്ള പുരസ്കാരം നൽകുക. ഇതടക്കം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അവാർഡുകളും ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താസമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ ജോണി മുക്കം, ഡയറക്ടർ മാത്യു വാഴപ്പള്ളി, പ്രൊഫസർ നെടുമുടി ഹരികുമാർ, ജേക്കബ് ജോൺ, ദിനേശൻ ഭാവന, അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല എന്നിവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്ന പരാതിയുമായി രോഗിയുടെ പിതാവ്. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാടപ്പള്ളി പങ്കിപ്പുറം പുഷ്പാലയം വീട്ടിൽ അഭിജിത്തിന് തുടർ ചികിത്സ നിഷേധിച്ചെന്നാണ് പരാതി. ഈ മാസം 14 രാത്രി ഫാത്തിമാപുരത്തിന് സമീപം ബൈക്ക് അപകടത്തിലാണ് അഭിജിത്തിന് പരിക്കേറ്റത്. അഭിജിത്തിനെ ഇടിച്ച വാഹനം നിർത്താതെ പോവുകയും ചെയ്തു. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലാണ് ആദ്യം എത്തിയത്. മുറിവുകൾ ഡ്രസ്സ് ചെയ്ത് അഭിജിത്തിനെ വീട്ടിലേക്ക് വിടുകയും ചെയ്തു. എന്നാൽ വേദന കൂടിയപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കാലിനും കൈക്കും എല്ലിന് പൊട്ടലുണ്ടെന്നും മുട്ടുചിരട്ടയ്ക്ക് പരിക്കുണ്ടെന്നും കണ്ടെത്തി. 20-ാം തീയതി ശസ്ത്രക്രിയയും നടത്തി.
തുടർ ചികിത്സയ്ക്കായി വീടിന് സമീപത്തെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. ഇതനുസരിച്ചാണ് അഭിജിത്തിനെ ആംബുലൻസിൽ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ അഡ്മിഷൻ കിട്ടിയില്ലെന്ന് അഭിജിത്തിന്റെ പിതാവ് അഭിമന്യു പറയുന്നു. വണ്ടി ആക്സിഡൻ്റായിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. അവിടെ നിന്ന് ശനിയാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജായി ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രി അഡ്മിറ്റ് ആക്കണമെന്നും പറഞ്ഞാണ് പറഞ്ഞു വിട്ടത്. അവിടുന്ന് ചീട്ട് കൊണ്ട് കാണിച്ചപ്പോഴത്തേനെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അവിടുത്തെ ഓർത്തോയിലെ ഡോക്ടറില്ല, ഇനി 1 മാസത്തേന് ഇനി ഒരു ചികിത്സ വിടില്ല, ആരെ എടുക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ എന്നാ ചെയ്യും, ഞങ്ങളിനി എവിടെ കൊണ്ടുപോകും, അതെനിക്കറിയത്തില്ല, എവിടെയെങ്കിലും കൊണ്ട്. ഞാൻ പറഞ്ഞു എന്നാൽ ചീട്ടയിൽ എഴുതിത്താൽ എനിക്ക് പറ്റത്തില്ലെന്ന്, ഇവിടെ നോക്കാൻ പറ്റത്തില്ല, അത് പറ്റത്തില്ല, ചീട്ട എഴുതി തരത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ എന്നാൽ OP പോയി ടിക്കറ്റ് എടുക്കാൻ ഒരുങ്ങി പേര് പറഞ്ഞപ്പോഴത്തേന് ആ ഡോക്ടർ അവിടെ നിന്ന് കൂടി വന്നിട്ട് OP ഇരുന്ന ആളിനോട് പറഞ്ഞ് അവർക്ക് ടിക്കറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് എൻ്റെ പേര് വെട്ടിച്ചു. ഞാൻ പറഞ്ഞു അവിടുന്ന് പരാതി കൊടുക്കുമെന്നും പറഞ്ഞാൽ ഞാൻ പോരുന്നത്. 2 നേരം ഇഞ്ചക്ഷനുണ്ട്, പിന്നെ ഇത് ടെസ്റ്റ് ചെയ്യണം, 8 ദിവസം കഴിഞ്ഞ് കുത്തിക്കെട്ട് എടുക്കണം. അതിനെല്ലാം കൂടാണ് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ചെന്ന്. അവർ ഒരു വിധത്തിലും സമ്മതിക്കത്തില്ല. നമ്മുടെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുക, അങ്ങനെ പറഞ്ഞു കേട്ട്. ഓർത്തോ വിഭാഗത്തിൽ ഡോക്ടർ ഇല്ലെന്നാണ് കാരണം പറഞ്ഞതത്രേ. ചീട്ടെടുക്കാൻ ആശുപത്രി രജിസ്റ്ററിൽ മകന്റെ പേരെഴുതിയത് വെട്ടിക്കളഞ്ഞെന്നും അഭിമന്യു പറയുന്നു. കുറച്ചുനേരം ആശുപത്രി മുറ്റത്ത് കാത്തുകിടന്നിട്ട് പിന്നീട് വീട്ടിലേക്ക് പോവുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നും ഇഞ്ചക്ഷനുള്ള മരുന്ന് തന്നുവിട്ടിട്ടുണ്ടെന്നും ഇനി എന്ത് ചെയ്യണമെന്നറിയില്ലെന്നും അഭിമന്യു പറഞ്ഞു. ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം. ഭാരവാഹനം കയറിയത് മൂലം തകർന്ന മങ്കൊമ്പ് KSEB റോഡിന്റെ തകരാർ താത്കാലികമായി പരിഹരിച്ചു. നടപടി KCV ന്യൂസ് വാർത്തയെ തുടർന്ന്. ചമ്പക്കുളം പഞ്ചായത്തിലെ മങ്കൊമ്പ് KSEB റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തകർന്ന വാർത്ത KCV ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. KSEBയിലേക്ക് ലോഡുമായി 2 ടോറസ് വാഹനങ്ങൾ എത്തിയതോടെയാണ് റോഡിന്റെ പല ഭാഗങ്ങളിലെയും ടാർ ഇളകി മാറിയത്. വാർത്ത ഉദ്യോഗസ്ഥരുടെയും കോൺട്രാക്ടറുടെയും ശ്രദ്ധയിൽപ്പെട്ടതോടെ തകരാർ താൽക്കാലികമായി പരിഹരിക്കുകയായിരുന്നു. അടുത്തുതന്നെ റോഡിന്റെ വശങ്ങളിൽ മണ്ണിടുന്നതിനും വാർത്തയിൽ ചൂണ്ടിക്കാട്ടിയ കല്ലുകെട്ടിന്റെ തകരാർ പരിഹരിക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ KCV ന്യൂസിനോട് പറഞ്ഞു. കാർഷിക മേഖലയെ പാടെ അവഗണിച്ച ബജറ്റാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് കേരള കർഷക യൂണിയൻ ജേക്കബ് വിഭാഗം വർക്കിംഗ് പ്രസിഡന്റ് നൈനാൻ തോമസ് മുളപ്പാൻ മഠം. കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കർഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കേന്ദ്ര ബജറ്റിൽ നെൽ, റബ്ബർ, നാളികേര കർഷകരെ പൂർണ്ണമായും നിരാകരിച്ചത് കടുത്ത വഞ്ചനയും പ്രതിഷേധവുമാണെന്ന് നൈനാൻ തോമസ് പറഞ്ഞു. രാമഗിരിയിൽ KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ തൃശ്ശൂരിൽ BJPയുടെ മിന്നും വിജയത്തോടെ കേരളത്തിലെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് കേന്ദ്ര ഗവൺമെന്റിനെ കണ്ടിരുന്നത്. എന്നാൽ പാർലമെന്റിൽ ഇന്നലെ ശ്രീമതി നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കർഷക സമൂഹത്തിന് ഏറെ നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പലതും നിരാകരിച്ചിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി കാർഷിക മേഖല, പ്രത്യേകിച്ച് റബ്ബർ, നെൽ തുടങ്ങി കൃഷി ചെയ്യുന്ന കർഷക വിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ, കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന പുതിയ പദ്ധതികൾ ഒന്നും ആവിഷ്കരിച്ചിട്ടില്ല എന്നതിനേക്കാൾ ഉപരിയായി കാർഷിക മേഖലയ്ക്ക് ഏറ്റവും പ്രധാനമായി ആവശ്യം വരുന്ന, പ്രത്യേകിച്ച് ഉൽപാദനം കൂട്ടുന്നതിനാവശ്യമായ വളത്തിന്റെ സബ്സിഡി വെട്ടിക്കുറച്ചിരിക്കുന്നത് കാർഷിക മേഖലയെ പുറകോട്ടടിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റബ്ബറിന്റെയും നെല്ലിന്റെയും താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നതും കാർഷിക കടങ്ങൾ എഴുതി തള്ളണമെന്നതും കർഷകരുടെ നിരന്തരമായ ആവശ്യമാണ്. കർഷകർക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വളം സബ്സിഡി വെട്ടിക്കുറച്ചത് കർഷക ദ്രോഹവും ഭക്ഷ്യ ഉൽപാദനക്ഷമത കുറയ്ക്കുന്ന നടപടിയുമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ബജറ്റിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി കർഷകർക്ക് കൈത്താങ്ങ് നൽകുന്ന നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് കർഷക യൂണിയൻ നേതൃത്വം നൽകുമെന്നും നൈനാൻ തോമസ് പറഞ്ഞു. AC കനാലിൽ നീരൊഴുക്കിന് തടസ്സമായിരുന്ന പോളയും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് പോളവാരൽ. AC കനാലിൽ കിടങ്ങറ ആർച്ച് പാലം മുതൽ മാമ്പുഴക്കരി വരെ പോളയും കടകലും മാലിന്യങ്ങളും തിങ്ങി നീരൊഴുക്ക് നിലച്ചതോടെ
മഴക്കാലത്ത് മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ വെള്ളപ്പൊക്കം രൂക്ഷമായിരുന്നു. അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക ദുരിതത്തെ തുടർന്ന് കനാലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കളക്ടർക്കും കുട്ടനാട് MLAയ്ക്കും നിവേദനം നൽകി. രാമങ്കിരി ടൈറ്റാനിക് പാലത്തിന് സമീപം പ്രദേശവാസികൾ പോളയും മാലിന്യങ്ങളും വാരി ജനകീയ സമരവും ഒപ്പുശേഖരണവും നടത്തുകയും ചെയ്തു. കനാലിൽ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് KCV ന്യൂസും പലതവണ വാർത്തകൾ സംപ്രേഷണം ചെയ്തിരുന്നു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും തോമസ് കെ തോമസ് MLAയുടെയും ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുതൽ യന്ത്രം ഉപയോഗിച്ച് പോളയും കടകലും വാരി തുടങ്ങി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരമ്യ, വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, സെക്രട്ടറി ബിനു ഗോപാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചു. ഡയാലിസിസിന് വിധേയരാകുന്ന വൃക്കരോഗികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗണിന്റെ ആഭിമുഖ്യത്തിൽ നെഫ്രോ കെയർ പ്രോജക്ട് ആരംഭിച്ചു. എടത്വ മഹാജൂബിലി ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ചാർട്ടർ മെമ്പർ IK കോമളൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വലിയ കാര്യങ്ങളൊന്നുമില്ല, വലിയ യൂണിറ്റൊന്നും പേഴ്സണലായിട്ട് കഴിയാത്ത കാര്യമാണ്. ചെറിയ കാര്യങ്ങൾ പേഴ്സണലായിട്ടാണ് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ചെയ്തു തരാൻ ഞാനെപ്പോഴും സന്നദ്ധരാണ്. ഞങ്ങളുടെ സംഘടനയുടെ പേരിലായിരിക്കും എന്ന് മാത്രമേ. അങ്ങനെ ഈ കിറ്റ് വിതരണമൊക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ പ്രസിഡന്റ് ബിൽബി മാത്യു കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡയാലിസിസ് യൂണിറ്റ് ഇൻചാർജ് സിസ്റ്റർ ലീമ റോസിന് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി ജോർജ് ഡയാലിസിസ് കിറ്റുകൾ കൈമാറി. മഹാജൂബിലി ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ റോസി നടുവിലെ വീട്, സിസ്റ്റർ ജോസ്ലിൻ, ക്ലബ് സെക്രട്ടറി ഡോക്ടർ ജോൺസൺ B ഇടിക്കുള, K ജയചന്ദ്രൻ, മോഡി കന്നേൽ, റോണി ജോർജ്, വിൽസൺ കടുമത്ത് എന്നിവർ സംസാരിച്ചു. രണ്ടാം ഘട്ട വിതരണം ഓഗസ്റ്റ് 31 നടക്കും. ആഗസ്റ്റ് 15 ശബരി ബാലാശ്രമത്തിൽ സ്വാതന്ത്ര്യ ദിനാചരണവും അന്നദാനവും നടത്തുന്നതിനും ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി എടത്വ പച്ച സേവാ നിവാസിൽ ഓണസദ്യ നൽകുവാനും തീരുമാനിച്ചു. കൺവീനർമാരായി വിൻസൻ കടുമത്ത്, ഷേർലി അനിൽ എന്നിവരെ തിരഞ്ഞെടുത്തു. എന്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പിന്റെയും പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ചെങ്ങന്നൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ P സജികുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൂക്കോട് വെറ്ററിനറി കോളേജിൽ വെറ്ററിനറി ഡോക്ടറാണ് പഠിക്കാൻ പോയതല്ലേ. ആ മകൻ നമുക്കൊപ്പമില്ലെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കുക. ആ മകൻ നമുക്ക് നഷ്ടപ്പെട്ടു, റാഗിങ്ങിൽ അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി അവൾ ചോദിച്ചിന് വേറെയായിരുന്നു. 335ഓളം ഇൻമേറ്റ്സുകൾ ഉണ്ടായിരുന്ന ആ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന കുട്ടികളുണ്ടായിട്ട് ഒരുത്തിനു പോലും ഇവരുടെ സഹോദരനാണ്, ഇവരുടെ സഹപാഠിയാണ്, ഇവരുടെ ഇവരുടെ ജ്യേഷ്ഠനാണ് എന്ന് പറയുവാനുള്ള മനസ്സുണ്ടായിരുന്നെങ്കിൽ ഇന്നും ആ കുട്ടി ജീവിച്ചിരുന്നതിനായിരുന്നു. പരസ്പര പ്രേമാഞ്ജനമെഴുതുന്ന ചക്ഷുസില്ലാഞ്ഞാൽ പരസുഖമേ അടുത്തു നിൽപ്പോരെ അനുജനമാക്കാൻ അക്ഷയങ്ങളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിനെന്ത് ആശ്ചര്യം. ആ അവസ്ഥയിലേക്ക് അന്ധകാരത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി നല്ല പോസിറ്റീവ് എനർജിയിലേക്ക്, പോസിറ്റീവ് ലഹരിയിലേക്ക് എത്തുവാനുള്ള ആ ചിന്തകളായിരിക്കണം നമ്മൾ കൊണ്ടാണ്. പോസിറ്റീവ് ലഹരിക്ക് 3P എഫക്റ്റ് ആണുള്ളത്. കല, സാംസ്കാരിക, സാഹിത്യാദി കാര്യങ്ങളൊക്കെയും കായിക വിനോദങ്ങളൊക്കെയും ലഹരിയാണ്. നമ്മളിലൊക്കെയും ഓരോരോ രീതിയിലുള്ള ലഹരികളുണ്ട്. എല്ലാം A+ വാങ്ങിച്ച് മിടുക്കനായിട്ടല്ല ആണോ. അപ്പോൾ അവരുടെ ആ കഴിവുകളെ അവർക്ക് പരിപോഷിപ്പിക്കാൻ സാധിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീകല S അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പ്രിയ മോൾ, TN അനീഷ്, ശ്രീരാജ് വിജയൻ, അനീസ് നാഥൻ പറമ്പിൽ, എന്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പ് പ്രസിഡന്റ് ജോൺസൺ GK എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഹാഗിയോസ് കൊല്ലം അവതരിപ്പിച്ച മരണമണി എന്ന പാവനാടകവും അരങ്ങേറി. എടത്വ പച്ച ചെക്കടിക്കാട് ലൂർദുമാത ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് യോഗം ചേർന്നു. ഫെലിസിറ്റ 24 എന്ന പേരിലായിരുന്നു പരിപാടി. ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏതാനും ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളർന്നു വരുന്ന കുഞ്ഞുമക്കൾ എങ്ങനെ ആയിരിക്കണമെന്ന് പ്രിയപ്പെട്ട മാനേജരച്ഛനും പ്രിൻസിപ്പൽ അച്ഛനും നമ്മോട് പറഞ്ഞു. നമ്മൾ ബോധ്യങ്ങൾ സ്വീകരിക്കുന്നവരാകണം. ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രതികരണം വേണം. നന്മയേത് തിന്മയേത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ആർജവത്വം നമ്മളുടെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്കുണ്ടാകണം. കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം,
ഗ്രഹിക്കണം, ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോയാൽ പോരാ. ഈ കാലഘട്ടം എങ്ങനെയുള്ളതാണ് എന്ന് നമ്മളുടെ കലാലയ വിദ്യാഭ്യാസത്തിൽ അതെവിടെയായിരുന്നാലും ഗ്രഹിക്കാനും പഠിക്കാനും ശ്രദ്ധിക്കാനും നമുക്ക് കഴിയണം. ഇന്ന് നമ്മൾ പലായനം എന്നുള്ള ഷോർട്ട് ഫിലിം ലോഞ്ച് ചെയ്തു. നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാകണം. രാജ്യം വിട്ടുപോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഓരോരുത്തരും അവരുടേതായ സുരക്ഷിതത്വം മാത്രം മനസ്സിലാക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന കാലഘട്ടം. സമ്മേളനത്തിൽ ലൂർദ് മാതാ പള്ളി വികാരി ഫാദർ ജോസഫ് ചൂളപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. വിവിധ സ്കൂൾ ക്ലബ്ബുകളുടെയും ചങ്ങനാശ്ശേരി അതിരൂപത കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന PSC പരിശീലന പരിപാടിയായ ദിശയുടെയും ഉദ്ഘാടനം ഇതേ ചടങ്ങിൽ നടത്തി. പ്രിൻസിപ്പൽ തോമസ് കുട്ടി മാത്യു ചീരംവേലിൽ, വാർഡ് മെമ്പർ ബിന്ദു തോമസ്, ഹെഡ് മിസ്ട്രസ് അന്നമ്മ ജോസഫ്, PTA പ്രസിഡന്റുമാരായ സിനു PV, ഷാജി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾ വിദേശത്ത് പോയി സ്ഥിരതാമസമാക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളുടെ ദുരവസ്ഥ പ്രതിപാദിക്കുന്ന പലായനം എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടത്തി. ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി അധ്യാപകരും അനധ്യാപകരും രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയതാണ് പലായനം എന്ന ഹ്രസ്വചിത്രം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6460 രൂപ, പവന് 51,680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.